താൻ നിരന്തരം ചെയ്തതിൽ കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരുന്നേ വരും എന്ന് പണ്ടേ പറഞ്ഞ കാര്യം ഇവിടെ സ്വാഗതത്തിലും മോഹൻദാസ് സംസാരിച്ചതിലൊക്കെ തോന്നിയത്. പണ്ട് ഏതോ ഒരു കാലത്ത് എം.എ. കഴിഞ്ഞ ഉടനെ പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് നിങ്ങൾ എന്നെ ജോലിക്കെടുത്താൽ നിങ്ങളുടെ സ്ഥാപനം ലോകത്തിൽ ഏറ്റവും ഉത്തമമായ സ്ഥാപനമായി മാറും എന്ന് പറഞ്ഞൊരു കത്തയക്കുകയും എസ്.കെ. അനന്തരാമൻ എന്ന പേരുള്ള അവിടുത്തെ റെസിഡൻ്റ് എഡിറ്റർ സംഗീതത്തിലൊക്കെ വലിയ താല്പര്യവും ധാരണയുമുള്ള അനന്തരാമൻ മുഖത്തൊരിക്കലും ചെവി വരാത്ത അദ്ദേഹം ഒരു പരീക്ഷയ്ക്കും അതിനുശേഷം ഒരു അഭിമുഖത്തിനും വിളിച്ച് പിറ്റേ ദിവസം അവിടെ ജോലി ലഭിക്കാനുണ്ടായത്. അങ്ങനെ ഒരു 8 മാസം 9 മാസം അവിടെ ജോലി എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ജേർണലിസ്റ്റ് ആവണമെന്നൊരു മോഹമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തയക്കലും കിട്ടലൊക്കെ ഉണ്ടായത്. ജേർണലിസ്റ്റായ പിന്നെ ജീവിതത്തിൽ വൈകുന്നേരങ്ങൾ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിഞ്ഞു. എനിക്കാണെങ്കിൽ വൈകുന്നേരങ്ങൾ വളരെ പ്രധാനമാണ്. എനിക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അവതരണങ്ങൾ കാണാനായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് സമ്മേളിക്കാനായിട്ട് അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനായിട്ട്. ഇത് 2 തൊട്ട് 8 വരെ അല്ലെങ്കിൽ 6 തൊട്ട് 12 വരെ അല്ലെങ്കിൽ 8 തൊട്ട് 2 വരെ എന്ന് പറയുന്ന ഒരു സ്കെഡ്യൂളിൽ വൈകുന്നേരങ്ങൾ മുഴുവനും നഷ്ടപ്പെടുന്നത് മാത്രമല്ല ഞായറാഴ്ച ദിവസമൊക്കെ കിട്ടില്ല. അത് സീനിയർമാർക്കേ കിട്ടുള്ളൂ. അങ്ങനെ 8-9 മാസം കഴിഞ്ഞപ്പോൾ കാര്യം ശരിയാവില്ല എന്ന് സ്വയം തീരുമാനിച്ചാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യവശാൽ സെൻറ് തോമസ് കോളേജിൽ മെറിറ്റ് അനുസരിച്ച് അധ്യാപകരെ എടുക്കുന്ന ഒരു ഇടവേള വന്ന കാലത്ത് അത്രയേ പറയാൻ പറ്റുള്ളൂ. അവിടെ അപേക്ഷിക്കുകയും അവിടെ ജോലി കിട്ടുകയും ചെയ്യാനുണ്ടായത്. പിന്നെ അവിടെ മാറി. അപ്പോൾ കേവലം ആകസ്മികമായി അബദ്ധവശാൽ മാത്രം ഒരു പത്രപ്രവർത്തകനായി കുറച്ചു കാലം ജോലി എടുക്കുകയും പിന്നെ ഇപ്പോൾ വിരമിക്കലൊക്കെ ശേഷം പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ചിലരെ നിർബന്ധിക്കുന്നതിൻ്റെ ഫലമായി ഒപ്പീനിയൻ എന്ന രീതിയിൽ ഓരോന്ന് എഴുതാൻ തുടങ്ങി. ഈ ഒപ്പീനിയൻ പീസിൻ്റെ ഗുണം എന്താ വെച്ചാൽ അതിൽ വസ്തുതകളുടെ ആവശ്യമില്ല. അവർക്കിഷ്ടമുള്ള അഭിപ്രായം എഴുതാം. അതിൻ്റെ അഭിപ്രായമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള വലിയ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അത്തരത്തിലിപ്പോൾ ചെറുതായിട്ട് എഴുതുന്നു എന്ന് പറയുന്ന ഒരു കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് ഒരു എന്താ പറയുക ഒരു വിധി കൽപ്പിക്കലായിട്ട് തീരുമാനിച്ച് മോഹൻദാസ് വിളിക്കുകയാണ് ചെയ്തത്. മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയും സ്വാതന്ത്ര്യം എന്ന നിലയ്ക്ക് അത് മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയും മാത്രമല്ല, പൊതുവായ അർത്ഥത്തിൽ ആവിഷ്കാരങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആദ്യമായൊരു കഥയാണ് പറയാൻ തോന്നുന്നത്. അതാരും ഗൗരവമായിട്ടൊന്നും ഇരിക്കണ്ട, ഗൗരവമായിട്ടുള്ള കാര്യമില്ല. ഈ കഥ എനിക്ക് പറഞ്ഞു തന്നത് അച്ഛനാണ്. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കുണ്ടോദരൻ എന്ന ഒരു കവിയുണ്ടായിരുന്നു, ഹാസ്യകവിയായിരുന്നു. ഇവിടെ ചേർപ്പ് ഊരകം ഭാഗത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാസം. കുണ്ടോദരൻ എന്നത് ഒരു എഴുത്തുപേരാണ്. അതിനർത്ഥം മൃഗോദരൻ എന്ന് പറഞ്ഞ പോലെ ധാരാളം ഭക്ഷണം കഴിക്കാവുന്നവൻ എന്നൊക്കെ അർത്ഥമുള്ള ഒരു പേരാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്തുണ കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരെ കർശനായി പരിഹരിച്ചുകൊണ്ട് ഒരു കവിത എഴുതുകയും അതിൽ ഗാന്ധിയെ ബന്ധിച്ച വംശം നശിക്കണേ എന്ന് അദ്ദേഹം എഴുതുകയും ചെയ്തു. അപ്പോൾ അന്ന് പ്രസിദ്ധനായ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ ഒരു ഇൻസ്പെക്ടർ പാപ്പാടി ഉണ്ടായിരുന്നു.
അദ്ദേഹം ഇത് കേസാക്കിയെടുക്കുകയും രാജ്യദ്രോഹ കുറ്റം, ഇന്ന് നമ്മൾ വർഷങ്ങളായി കേൾക്കാതെ ഇന്ന് വീണ്ടും കേട്ടു തുടങ്ങിയിരിക്കുന്ന സെഡിഷൻ ആക്ട് എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ഇന്നത്തെ പോലെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നില്ല. ഭാഗ്യം കൊണ്ടുവന്നില്ല. ഇന്ന് വർഷങ്ങൾ കാത്തിരുന്നാലും കോടതിയിൽ ഹാജരാക്കിയാലും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഒക്കെ അനന്തമായ ജ്ഞാനം കാരണം പിന്നെയും നീണ്ടു പോകുന്നൊരു കാലമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കുറച്ചെങ്കിലും മര്യാദ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കുണ്ടോദരന് വേറെ വക്കീലുണ്ടായിരുന്നില്ല. സ്വന്തം ഭാഗം വാദിക്കാൻ കുണ്ടോദരൻ തന്നെയാണ് അവിടെ ഹാജരാക്കിയത്. അപ്പോൾ പാപ്പാളി വന്നിട്ട് പറഞ്ഞു, ഗാന്ധിയെ ബന്ധിച്ച വംശം നശിക്കണേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ബ്രിട്ടീഷ് വംശം നശിക്കണേ, ബ്രിട്ടീഷ് രാജ്യം നശിക്കണേ, രാജ്ഞി നശിക്കണേ എന്നൊക്കെയാണ് അതിൻ്റെ സൂചന എന്നതുകൊണ്ട് ഇത് സംശയാതീതമായി ഇത് രാജ്യദ്രോഹം തന്നെയാണ്. ഇദ്ദേഹത്തിനെ ശിക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ കുണ്ടോദരൻ സ്വാഭാവികമായിട്ടും എക്സ്പേർട്ട് വിറ്റ്നസ് ആണല്ലോ പാപ്പാളി. എക്സ്പേർട്ട് വിറ്റ്നസിനെ ഒന്ന് ക്രോസ് വിസ്തരിക്കാനായിട്ട് കുണ്ടോദരൻ ആവശ്യം കോടതിയോട് ബോധിപ്പിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്യും. അപ്പോൾ കുണ്ടോദരൻ്റെ ക്രോസ് വിസ്താരം ഏതാണ്ട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇന്നതാണ് അർത്ഥം എന്നാണല്ലോ ഇൻസ്പെക്ടർ പറഞ്ഞത്. ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നറിയാം. അപ്പോൾ പാപ്പാളി പറഞ്ഞു, സാഹിത്യം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എഴുതണം, അതാണ് സാഹിത്യം. അപ്പോൾ അങ്ങനെ എഴുതണതൊക്കെ സാഹിത്യമാകും. അല്ല, ഈ പൊതുവെ ഇങ്ങനെ നിങ്ങളൊക്കെ എഴുതുന്നതില്ലേ, അതൊക്കെ സാഹിത്യമാണ്. അപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ മഹസർ എഴുതുന്നത് സാഹിത്യമാണോ? അതല്ല. അതല്ലേ. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? പാപ്പാളിക്ക് ഉത്തരം കിട്ടുന്നില്ല. അതുപോലെ തനിക്ക് ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസമില്ല. അപ്പൊ പാപ്പാളി പറഞ്ഞു, ഗദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നത്, പദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നത്. വരിക്കൊരു ക്ലിപ്തതയുണ്ടാവും, അതിനൊരു അളവുണ്ടാവും. അത് പേജിൻ്റെ അങ്ങേയറ്റം വരെ പോകാതെ ഒരു 3/4 ഭാഗമാകുമ്പോഴേക്ക് നിൽക്കുന്നതിനെയാണ് പദ്യമോ. അത് ശരി. ഈ വരിയുടെ കണക്ക് വെച്ചിട്ടാണ്, അളവ് വെച്ചിട്ടാണ് അതിനെ നോക്കുന്നത്. ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സാഹിത്യത്തെ സംബന്ധിച്ച്. ഒന്നിനും പാപ്പാളിക്ക് ഉത്തരവില്ല. പിന്നെ മലയാള ഭാഷയെക്കുറിച്ചാണ്. മലയാള ഭാഷയിൽ എത്ര അക്ഷരമുണ്ട്, എത്ര കൂട്ടക്ഷരമുണ്ട്, സന്ധി നിയമങ്ങൾ അറിയുമോ? പാപ്പാളി നിന്ന് വിമിഷ്ടപ്പെട്ട് അതിൻ്റെ മൂർധന്യത്തിലെത്തിയ ഒരവസ്ഥയിൽ കുണ്ടോദരൻ ചോദിച്ചു, നായും നീയും തമ്മിലുള്ള വ്യത്യാസം അറിയുമോ? പാപ്പാളിക്ക് ഇത് നായ നീയാണ്. അപ്പോൾ കുണ്ടോദരൻ കോടതി ലക്ഷ്യത്തിന് കോടതിയോട് ബോധിപ്പിച്ചു, ഞാൻ ചോദിച്ച ചോദ്യം നാ എന്നുള്ള അക്ഷരവും നീ എന്നുള്ള അക്ഷരവും തമ്മിലുള്ള വ്യത്യാസമാണ്. അയാൾ അതിന് പകരം എന്നെ നായ എന്ന് വിളിച്ചു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ കോടതിയെ ലക്ഷ്യത്തിന് കേസ്. എന്നിട്ട് തിരിഞ്ഞ് വീണ്ടും പാപ്പാളിയോട് ചോദിച്ചു, വ്യത്യാസം അറിയോ? അതൊരു വാലാണ്. ഇത് വളരെ ഫലിതമയമായൊരു കഥയാണ്. കുണ്ടോദരൻ കൊച്ചി രാജാവ് ചെറുപ്പിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പരിഹസിച്ച് കവിത എഴുതുകയും അതിൻ്റെ ഫലമായി അവിടെ പാലം പണിയുകയും റോഡ് നന്നാക്കുകയും അതിന് കാരണം പറഞ്ഞത്, അങ്ങ് എങ്ങനെയെങ്കിലും എൻ്റെ വീടൊന്ന് സന്ദർശിക്കുന്നതായാൽ ഇവിടുത്തെ റോഡ് നന്നാവുമല്ലോ, അതുകൊണ്ട് അങ്ങയെ ക്ഷണിക്കുകയാണ് എന്ന് പറയുകയും അതിൻ്റെ ഫലമായിട്ട് റോഡ് നന്നാക്കലും ഒക്കെ ഉണ്ടായതായ കഥകളില്ല. പക്ഷെ ഈ ഒരു ഹാസ്യകഥയിൽ ഒരു ചെറിയ രത്നം നിൽക്കുന്നുണ്ട്. സത്യത്തിൻ്റെതായ ഒരു രത്നം നിൽക്കുന്നു. ഗാന്ധിയെ ബന്ധിച്ച വംശം എന്നിട്ട് അതിന് ഇദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം, ഞാൻ സത്യത്തിൽ എഴുതിയത് ഗാന്ധിയെ സംബന്ധിച്ച വംശം നശിക്കണേ എന്നാണ് ഞാൻ എഴുതിയത്. ഗാന്ധിയുമായി ബന്ധം സ്ഥാപിച്ച വംശം. കോൺഗ്രസ്സുകാർ
അവർ നശിക്കണേ എന്നാണ് ഞാൻ എഴുതിയത്. ബ്രിട്ടീഷുകാർക്ക് എതിരെ ഒരു വാക്ക് പോലും, ഒരു അക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ്സുകാർ നശിക്കണേ എന്നാണ് എഴുതിയത് എന്നും കുറച്ച് നർമ്മബോധം ഉണ്ടായിരുന്ന ഒരു ജഡ്ജിയായിരുന്നിരിക്കണം അദ്ദേഹം. ഇദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്തു. പക്ഷെ ഇതിലെ ഒരാശയം എന്നുള്ളത്, ഈ കഥ പലപ്പോഴും അത് ഇത്തരത്തിലുള്ള കഥകളിലൊക്കെ ചില ധർമ്മങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഏതോ നിലയ്ക്ക് ചില മൂല്യങ്ങൾ അതിലൂടെ പ്രസരണം ചെയ്യപ്പെടുന്നു. അധികാര സ്ഥാപനങ്ങളെ ഭയം കൂടാതെ വിമർശിക്കുവാനും വിമർശിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ നടപടികൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുവാനും വേണമെന്നുണ്ടെങ്കിൽ ദുർവ്യാഖ്യാനത്തിലൂടെ അതിനെ വീണ്ടും തുടരുവാനുമുള്ള ഒരു മാനസികമായ ഒരു കരുത്ത് എന്ന് പറയുന്നത്, ധൈര്യം എന്ന് പറയുന്നത് ആവിഷ്കരണം നടത്തുന്ന എല്ലാവർക്കും ആവശ്യമാണ് എന്നൊരു അടിസ്ഥാന തത്വം വരുന്നത്. ബ്രിട്ടീഷുകാരെ വിമർശിച്ചു എന്ന് മാത്രമല്ല, സ്വന്തം യുക്തി കൊണ്ട് ആ വിമർശനമല്ല എന്ന് വ്യാഖ്യാനിക്കുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ തർക്കിക്കുവാനും ആ തർക്കത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് ഈ പാപ്പാളിയത്തിനെ വീണ്ടും അപഹസിക്കുവാനുമുള്ള ഒരു സാഹചര്യമാണ് ദൈവം ഉണ്ടാക്കിയത്. ആസുരകാലത്തിൻ്റെ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പറഞ്ഞ പോലെ PK-നും അതിനു മുമ്പ് ചാക്യാന്മാരും വിദൂഷക വേഷം കെട്ടുന്നവരൊക്കെ അവര് അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു ധർമ്മമാണ്. ഈ ധർമ്മം ഏതൊരു സംസ്കാരത്തിലും ഏതൊരു നാഗരികതയിലും ഏതൊരു സമൂഹത്തിലും വളരെ അനിവാര്യമായി ഉണ്ടാവേണ്ട ഒന്നാണ്. കാരണം അധികാരത്തിന് കണ്ണില്ല, അധികാരത്തിന് ബഹുമാനമില്ല എന്ന് നിൽക്കുമ്പോൾ അധികാരികളെ തന്നെ ചോദ്യം ചെയ്യുകയും അവരെ നിലയ്ക്ക് നിർത്തുകയും ചെയ്യേണ്ടത് ഒരു നിലയ്ക്ക് മാധ്യമങ്ങളുടെ ആ അർത്ഥത്തിൽ വളരെ വിപുലമായ അർത്ഥത്തിൽ ആവിഷ്കരണങ്ങളുടെ ഒക്കെ ചുമതലയാണ് എന്ന് പറയുന്നത്. ടു ടെൽ ട്രൂത്ത് ടു പവർ എന്നൊരു പ്രയോഗം, അധികാരത്തിൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുക എന്ന് പറയും. അത് ഏത് തരത്തിലുള്ള അധികാരമാവട്ടെ, അത് ഇടതോ വലതോ നടുവോ മുകളിലോ ചുവടിലോ ആരും വേണമെങ്കിലാവാം, അതിനോട് സത്യം പറയുക എന്ന ആ സത്യം വിളിച്ചോടാനുള്ള മാനസികമായ കരുത്ത് വളരെ പ്രധാനമാണ് എന്നുള്ളൊരു സൂചനയാണ് കൊണ്ടുപോകുന്നത് ആ കഥയിൽ വരും. വലിയൊരു അളവോളം ഇന്ത്യയിൽ തുടർച്ചയായി തന്നെ നോക്കുകയാണെങ്കിൽ അത്തരമൊരു മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് പറയുന്നത്. ഒന്നും പരിപൂർണമല്ല, നത്തിങ് ഈസ് പെർഫെക്റ്റ്. എമർജൻസി കാലത്ത് വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എമർജൻസി ഞാനവിടെ ചെയ്തിരുന്നത് 1985-ലാണ്. അന്ന് ജോർജ് വർഗീസ് എന്ന് പറയുന്ന സബ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ ജോർജ് വർഗീസ് ആയിരുന്നു. എമർജൻസി പ്രഖ്യാപിച്ച രാത്രി ഈ 8 തൊട്ട് 2 വരെയുള്ള ഒരു ഷിഫ്റ്റിലാണ് ജോർജ് വർഗീസും ചീഫ് സബ് എഡിറ്ററായിരുന്നു അദ്ദേഹം. വന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ സീനിയർ ചീഫ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു ജൂനിയർ സബ് എഡിറ്റർ സിറ്റി ന്യൂസിൻ്റെ മാത്രം നോക്കാനായിട്ടാണ് 2 മണിയുടെ എഡിഷൻ. ആദ്യം ഇറങ്ങുന്ന 9 മണിയുടെ എഡിഷന് 8 മണി 9 മണിക്ക് ഇറങ്ങുന്ന എഡിഷൻ ഈ ഓഫീസിൽ പുറത്തേക്ക് പോകുന്നതാണെങ്കിൽ രണ്ടാമത്തെ എഡിഷനാണ് പ്രധാനപ്പെട്ട എഡിഷൻ 12 മണിക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 2 മണി വരെയുള്ള എഡിഷനിൽ സിറ്റി ന്യൂസ് മാത്രം അതിനകത്ത് ചേർക്കാൻ വേണ്ടി എറണാകുളത്തെ ന്യൂസ്, കൊച്ചിയിലായിരുന്നു അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്, അത് മാത്രം ചേർക്കാനായി അല്ലെങ്കിൽ അവിചാരിതമായി വരുന്ന വലിയ വല്ല ഈ സ്റ്റോപ്പ് പ്രസ് എന്ന് പറയുന്ന, അത് ശരിക്കും സ്റ്റോപ്പ് പ്രസ് ആയിരിക്കണം, അപ്പോൾ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലിയുള്ളൂ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ സബ് എഡിറ്റർമാരെല്ലാം പോയതിന് ശേഷമാണ് എമർജൻസി പ്രഖ്യാപിച്ചതായിട്ടുള്ള വാർത്ത PTA-യിലൂടെ വരുന്നത്. പക്ഷേ ആ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്തേക്കും ഒരുവിധം എല്ലാ പത്രസ്ഥാപനങ്ങളും 12 മണിക്ക് മുൻപ് തന്നെ അടയ്ക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കൊച്ചി എഡിഷൻ അത് ഒരു ഓണംകേറാമൂലയായ ഫോർട്ട് കൊച്ചിയിലായിരുന്ന കാരണം അത് അടയ്ക്കപ്പെട്ടിരുന്നില്ല. ആ ഘട്ടത്തിൽ ഗോയങ്ക നേരിട്ട് ഇവിടേക്ക് നിൽക്കുകയും ഈ ന്യൂസ്, എമർജൻസി ഡിക്ലെയർ ചെയ്ത ന്യൂസ്
ഫ്രണ്ട് പേജായിട്ട് അതിൽ എഴുതുകയും അതിനൊരു എഡിറ്റോറിയൽ എഴുതണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ആകെ അരമണിക്കൂർ സമയം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നോക്കുക. അന്ന് ജോർജ് വർഗീസ് അത്തരമൊരു എഡിറ്റോറിയൽ എഴുതി ശീലമില്ലാത്ത ഒരാളാണ്. സാധാരണ ഡെപ്യൂട്ടി എഡിറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ് ഒരുപക്ഷെ എഡിറ്റോറിയൽ എഴുതുക. ആ ഒരു സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉയരാത്തത് കൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് സംശയമാവുകയും വീണ്ടും ഗോയങ്കയെ വിളിച്ച് ഇതിൽ എന്ത് എഴുതണം എന്ന് സംശയം ചോദിക്കുകയും ചെയ്തപ്പോൾ ഗോയങ്ക പറഞ്ഞു, യു ആർ ദ എഡിറ്റർ, യു ഡിസൈഡ്. അങ്ങനെ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളിയുമായിരുന്നു, പക്ഷെ അദ്ദേഹവും അപ്പോഴും യു ആർ ദ എഡിറ്റർ, യു ഡിസൈഡ്. എന്നിട്ടാണ് അതിപ്രസിദ്ധമായ പ്രശസ്തമായ ആ എഡിറ്റോറിയൽ വരുന്നത്. ബ്ലാക്ക് ബോർഡറോട് കൂടി ശൂന്യമായ ഒരു സംഗതിയായിട്ടുള്ള എഡിറ്റോറിയൽ. ഇന്ത്യൻ എക്സ്പ്രസ്, അതെ. അപ്പോ ഇത് അച്ചടിച്ചു കഴിഞ്ഞ് ഉണ്ടായത്, അന്ന് നിർദ്ദേശം കിട്ടിയത് സിറ്റി എഡിഷൻ ആയിട്ടില്ല, അവിടെ പേപ്പറുള്ളിടത്തോളം ആ പ്രസ് ഓടാവുന്നിടത്തോളം ആ പത്രം അടിച്ചുകൊണ്ടിരിക്കാനും, കൊച്ചിൻ എഡിഷൻ എന്ന് പറയുന്നത് പത്രം അടിച്ചുകൊണ്ടിരിക്കാനും, അല്ലെങ്കിൽ പോലീസുകാർ വന്നത് കൂട്ടുന്നത് വരെ അടിക്കാനുമാണ് നിർദ്ദേശമുണ്ടായത്. അതിനുശേഷം ഗോയങ്കയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പല രീതികളിൽ കാറുകളിൽ, ടെമ്പോകളിൽ, ലോറികളിൽ, ഫ്ലൈറ്റുകളിലൊക്കെ ഈ കൊച്ചിൻ എഡിഷൻ ഇന്ത്യ മുഴുവനും വിതരണം ചെയ്യുകയും അത് എമർജൻസി ഡിക്ലെയർ ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ എഡിറ്റോറിയലുമായിട്ട് വരികയും ചെയ്യും. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ കാര്യം, ഇപ്പോൾ പറഞ്ഞ മാതിരി എക്സ്പ്രസും ദേശാഭിമാനിയും മറ്റു പലരും ഇതേപോലെ പൊസിഷൻസ് എടുത്തിട്ടുണ്ടാവും. അത്തരം പൊസിഷൻസ് എടുക്കുന്നത് ഇന്ത്യയിൽ ഒരു അപ്രതീക്ഷിതമായ സംഗതിയാണ്. എമർജൻസിയുടെ കാലത്തും അതിനുശേഷവും വിമർശനസ്വരം എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നു. അവിടെയാണ് ഇന്നത്തെ സാഹചര്യത്തെ നാം ഗൗരവമായി പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് എന്നൊന്നുമല്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത് പെർഫെക്ഷൻ പോയിട്ട് ഇംപെർഫെക്ഷൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്ന ലോകത്തെ രാജ്യങ്ങളുടെ മുഴുവൻ പത്രസ്വാതന്ത്ര്യത്തെ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ച് മൂല്യനിർണ്ണയം ചെയ്യുന്ന ഒരു സംവിധാനം, അത് പലപ്പോഴും പല രാജ്യങ്ങൾക്കും അതിൽ അസംതൃപ്തി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കേണ്ടി വരും. കാരണം ആരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്യുന്നത്. പ്രധാനമായും മീഡിയ വിത്തൗട്ട് ബോർഡേഴ്സ്, ജേർണലിസ്റ്റ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്നവരാണ് UN-ഉമായിട്ട് ചേർന്നിട്ടാണ് ഇതുണ്ടാക്കുന്നത്. 2024 ഇന്ത്യയുടെ അതിലെ സ്ഥാനം 159 ആകെ 180 രാജ്യങ്ങൾ. അന്ന് 100 എന്നുള്ള പൂർണ്ണമായ ഒരു സ്കോർ സാധ്യമാണെങ്കിൽ ഇന്ത്യക്കുണ്ടായിരുന്നത് 32.01. ഈ വർഷം നമ്മൾ നന്നായി 2015 അത് 151 സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നു. കാരണം നമ്മളുടെ സ്കോർ കേമമാവുകയില്ല, മറ്റു ചിലരുടെ സ്കോർ ഇതിനേക്കാളും മോശമാവുകയില്ല. ഇപ്പോൾ നമ്മുടെ സ്കോർ എന്നത് 32.96 0.08 കൂടിയിട്ടുണ്ട്. പക്ഷേ മറ്റു ചിലരുടെ പിന്നെയും താഴോട്ട് പതിച്ചത് കാരണം 159 നിന്നും 151 നമ്മൾ മാറിയിരിക്കുന്നു. ഇവിടെ മോഹൻദാസ് ചൈനയെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും പറഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ വലിയ വ്യത്യസ്തതയൊന്നുമില്ല. ചൈന 171. ഏറ്റവും മോശമായത് എറിട്രിയയാണ് 180. കാരണം അവിടെ പത്രങ്ങൾ തന്നെയില്ല, മാധ്യമങ്ങൾ തന്നെയില്ല.
അവസ്ഥ. നമ്മൾ ആലോചിക്കേണ്ടത് ഈവൻ എമർജൻസി കാലത്ത് പോലും അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷവും 60-ലും 70-ലും അതിനും മുകളിലുള്ള റാങ്കുകളിൽ നിന്നിരുന്ന ഒരു ഇന്ത്യ 150-ഉം 159-ഉം എത്തുമ്പോൾ എന്തോ ഒരു പതനമാണ് എന്നുള്ളത് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പറയേണ്ട മറ്റു ചില വാസ്തവങ്ങൾ. റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ്, അതിർത്തികളില്ലാത്ത റിപ്പോർട്ടർമാർ, ഡോക്ടേഴ്സ് വിത്തൗട്ട് ഫ്രോണ്ടിയേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ആഗോളതലത്തിൽ തന്നെയുള്ള റിപ്പോർട്ടർമാരുടെ, പത്രപ്രവർത്തകരുടെ ശൃംഖല റിപ്പോർട്ട് ചെയ്യുന്നത് 2014 ശേഷം ഇന്ത്യയിൽ 28ഓളം ജേർണലിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1ഉം 2ഉമല്ല. നമുക്കൊരു ഗൗരി ലങ്കേഷിനെ അറിയാം. പക്ഷേ 28ഓളം ജേർണലിസ്റ്റുകൾ, പല തലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, മിക്കവരും അധികാരത്തോട് വിമർശനപരമായ ഒരു നിലപാടെടുത്തവർ, അല്ലെങ്കിൽ പലപ്പോഴും മാവോയിസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവർ. നമുക്കറിയാം ആ ഡോക്ടറുടെ കഥ. അദ്ദേഹം മാവോയിസ്റ്റ് ആണോ അല്ലെങ്കിൽ അൺമാവോയിസ്റ്റ് ആണോ എന്ന് നോക്കിയിട്ടല്ല ഒരു ഡോക്ടർ ചികിത്സിക്കുക. ആ ചികിത്സ നടത്തി എന്നുള്ളതിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം ജയിലിൽ പോയത്. വേണ്ട, കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു, സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഓക്സിജൻ കൊണ്ടുവന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു എന്നതുകൊണ്ടാണല്ലോ കഫീൽ ഖാൻ അറസ്റ്റിലാവുന്നത്, ഇന്നും ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്നത്. നമുക്കൊരു ഗൗരി ലങ്കേഷിനെ അറിയാം, പക്ഷെ അതേപോലെ ഒരു 27 പേര് ഈ 2014 തൊട്ട് ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ 2014 ശേഷം, ഇതിന് രാഷ്ട്രീയമല്ല, കൃത്യമായ കണക്കുകളാണ് പറയുന്നത്. ഈ 2014 ശേഷം 20-ലേറെ പേർക്കെതിരെയാണ്, ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് UAPA പ്രകാരം കേസെടുത്ത് തടങ്കലിൽ പാർപ്പിച്ചത്. അതിൽ 7 പേർ ഇപ്പോഴും തടങ്കലിൽ തുടരുന്നു. അതിൽ മലയാളിയായ സിദ്ദീഖ് കാപ്പൻ ഉൾപ്പെടുന്നു. പേരായിരുന്നു. പിന്നെയും 6 പേര് വേറെയുണ്ട്. ഇത് UAPAയുടെ കേസ് മാത്രമാണ്. അല്ലാതെയുള്ള പലതരം കേസുകൾ കൊണ്ട് വേട്ടയാടുന്നവർ 170ഓളം എങ്കിലും റിപ്പോർട്ടഡായിരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്നെല്ലാം കണക്കാക്കുന്ന മാധ്യമങ്ങൾ, പ്രസ്, മറ്റ് 3 തൂണുകളോടൊപ്പം തന്നെ ഒരുപക്ഷെ മറ്റു 3 തൂണുകളും ദുർബലമാകുമ്പോൾ ശക്തമായി നിൽക്കേണ്ട ഒരു തൂണ് മറ്റു തൂണുകളോടൊപ്പമോ അതിനേക്കാൾ മോശമായിട്ടോ അതും ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ അതിനേക്കാളും ദുഃഖകരമായ കാര്യം ജുഡീഷ്യറിയില്ല. അത് വായിക്കുന്നുണ്ട്. ജുഡീഷ്യറി ഈസ് കൺസിഡേർഡ് ദ ലാസ്റ്റ് ബാസ്റ്റിയൻ ഓഫ് ഡിഫെൻസ് ഫോർ ഡെമോക്രസി. അതാണ് അവസാനത്തെ ഫ്രോണ്ടിയർ, അവസാനത്തെ അതിർവരമ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഭഗവാൻ എന്നോട് സ്വപ്നത്തിൽ വന്ന് സംസാരിച്ച കാരണം ഞാനൊരു വിധി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജുഡീഷ്യറിയുടെ അവസ്ഥ എന്താണ് എന്ന് ആലോചിക്കേണ്ടതാണ്. നിയമമോ ഭരണഘടനയോ ഒന്നും പ്രസക്തമല്ലാതെയാക്കി മാറ്റി, അല്ല, അങ്ങനെ പറയുന്നൊരു പ്രധാനമന്ത്രി ഉണ്ടെന്ന് നമ്മൾ ധരിച്ചുകൊള്ളാം, അത് വിരോധമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ പിറകിലെ അവസ്ഥ. ഇത്തരത്തിൽ അധികാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അധികാരമെന്ന വ്യവസ്ഥ തന്നെ കഴിഞ്ഞ 10 വർഷങ്ങളായി മുൻപ് ഒന്നും ഇല്ലാതിരുന്ന പോലെ വളരെ ദുഷ്കരമായ രീതിയിൽ ഇവിടെ പറഞ്ഞ പോലെ ജേർണലിസ്റ്റുകളുടെ, പത്രസ്ഥാപനങ്ങളുടെ, മാധ്യമങ്ങളുടെ ജീവിതം ക്ലിഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന, സത്യം പറയുക എന്നത് അസാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 കൊല്ലത്തത് എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുന്നു. അടുത്ത എറണാകുളത്തൊരു കോൺക്ലേവ് ഉണ്ടായി, മാധ്യമങ്ങളെ സംബന്ധിച്ചൊരു കോൺക്ലേവ്. അതിൽ
ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് അവരുടെ പേര് കിട്ടുന്നില്ല. ഗൗരി ലങ്കേഷിൻ്റെയൊക്കെ വളരെ അടുത്ത ഒരു പത്രപ്രവർത്തകയാണ്. പ്രസിദ്ധമാഷിരിക്കുന്ന എനിക്ക് പ്രായമായി എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. അവര് ഏതൊക്കെ രീതികളിലാണ് സ്ഥാപനങ്ങൾക്കെതിരെ ഒരു വശത്ത്, മറുവശത്ത് വ്യക്തികളായിട്ടുള്ള റിപ്പോർട്ടർമാരെയും എഡിറ്റർമാരെയും മറ്റും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അവരെ നിശബ്ദരാക്കാനുള്ള എന്തൊക്കെ രീതികളാണ് ഉപയോഗിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അവർ ഉദാഹരണ സഹിതം വിശദീകരിക്കുകയുണ്ടായി. ED, CBI ഇതൊക്കെ ഒരു വശത്ത് നടക്കും, ഇൻകം ടാക്സ് അത് വേറൊരു വശത്ത് നടക്കും. മറ്റൊന്ന് ഇവിടെ പറഞ്ഞു, എന്തോ പെണ്ണ് കേസിൻ്റെ കാര്യം പറഞ്ഞു. പലപ്പോഴും പല ജേർണലിസ്റ്റുകൾക്കെതിരെയും കൃത്യമായി കുട്ടപ്പായിട്ടുള്ള ഇത്തരം കേസുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ അന്ന് അവർ നിരീക്ഷിക്കുകയുണ്ടായി. 28ഓളം രീതികളാണ് അന്ന് അവർ അവരുടെ ലിസ്റ്റ് ചെയ്യുന്നത്. എനിക്കത് എൻ്റെ ലാപ്ടോപ്പിലിട്ട് 28ഓളം രീതികൾ. ധന്യരാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അവര് ദൂരദർശനിൽ ഒരു മെലിഞ്ഞൊരു ധന്യരാജേന്ദ്രൻ തന്നെയാണ്. അത് വളരെ വിശദമായിട്ട് അവർ പറയും. അവർ ഷീസ് ഇൻ ദ ബിസിനസ് ഓഫ് പ്രൊവൈഡിങ് ലീഗൽ ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് സപ്പോർട്ട് ടു ജേർണലിസ്റ്റ്. ഇതേപോലെ തന്നെയാണ് സ്ഥാപനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വളരെ കൃത്യമായ ഉന്നം വെച്ചുകൊണ്ടുള്ള പല പ്രയോഗങ്ങൾ. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഒരു മറുവശമുണ്ട് എന്നുള്ളതും നമ്മൾ കാണാതിരിക്കുന്നതാണ്. പലപ്പോഴും ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സമ്മർദ്ദങ്ങൾക്ക് പല രീതികളിലുള്ള ഭീഷണികളുടെ വെളിച്ചത്തിൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക എന്നത് നിവൃത്തിയില്ലാതെ വരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. കാരണം സ്വന്തം കുട്ടികളുടെ, സ്വന്തം ഭാര്യയുടെ, സ്വന്തം കുടുംബത്തിൻ്റെ, സ്വന്തം സുഹൃത്തുക്കളുടെ ജീവൻ വരെ ആശങ്കയിലാണ് എന്ന് വരുന്ന ഒരു വ്യക്തിയുടെ ചിന്ത ഏത് രീതിയിൽ പോകും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവരെക്കുറിച്ച് വിധി കൽപ്പിക്കുവാനും നമുക്ക് യാതൊരു അവകാശമില്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറം പോകും വിധം ഇങ്ങനെ വന്നാലോ എന്ന് മുൻകൂട്ടി കരുതിക്കൊണ്ട്, എന്നാൽ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് വഴങ്ങുകയല്ലേ ഉത്തമം എന്ന രീതിയിലുള്ള ഒരു ക്യാപിറ്റുലേഷൻ എന്ന് പറയുന്നത്, പൂർണ്ണമായ വഴങ്ങൽ മാധ്യമങ്ങളിൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം നടക്കുന്നുണ്ട്. അതിന് ചെറിയ ഒരു മരുപ്പച്ചയായിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ ഹിന്ദിയിലുള്ള നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, സ്വന്തം ആയിട്ടുള്ള ബ്ലോഗുകളിലൂടെ അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളിലൂടെ ചെയ്യുന്ന കുറേ ജേർണലിസ്റ്റുകളാണ്. ഇവിടെ നമ്മൾ വളരെ പുച്ഛത്തോടുകൂടി ബീമാരു സ്റ്റേറ്റ്സ് കളിയാക്കും. ശരിയാണ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അത്ര പരിഹസിക്കണ്ട എന്ന് നമ്മൾ ഇത് കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം വളരെ ജനാധിപത്യപരമായ ബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു കക്ഷിയുടെ, അത് കോൺഗ്രസിൻ്റെയോ BJPൻ്റെയോ ജനതാദളിൻ്റെയോ അല്ലെങ്കിൽ മറ്റേ മുലായം സിംഗ് യാദവിൻ്റെയോ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായി ചേരാതെ നിന്നുകൊണ്ട്, സ്വതന്ത്രമായി നിന്നുകൊണ്ട് ഒരു വിമർശന പരിസരം, സ്ഥാനം അവരുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് സത്യം തുറന്നു പറയാമല്ലോ, ഞാൻ ടെലിവിഷൻ കാണാറില്ല, മടുത്ത് നിർത്തി. ഇപ്പോൾ പത്രം വായിക്കലും ഏതാണ്ട് അവസാനിപ്പിച്ചു തുടങ്ങി. പത്രക്കാരൻ ഏജന്റ് വന്ന് പറയും, ഉമ്മർത്ത് കൊണ്ട് ഏതാ പത്രം ചെയ്യാൻ പറയുന്നില്ല, തിണ്ണയിൽ കൊണ്ട് പത്രം ഇടും. അപ്പോൾ ഒരു ദിവസം അയാൾ സാധാരണ 3-ാം തീയതിയാണ് ഈ പത്രത്തിൻ്റെ പൈസ മേടിക്കാൻ വരാറ്. അതല്ലാതൊരു ദിവസം ഒരു മനുഷ്യനാണ് നിൽക്കണ്ടായിരുന്നു. എന്താ ചോദിച്ചു.
അല്ല ഇതൊരു നാണക്കേടല്ലേ, ഈ 8-10 ദിവസത്തെ പത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്, നമ്മൾ വലത്തേക്ക് വെച്ചൂടെ എന്ന് വെച്ചു. അപ്പോൾ അതവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം വളരെ പ്രെഡിക്റ്റബിളായി കഴിഞ്ഞുകൊണ്ട് ഇതിൽ ഒരർത്ഥത്തിൽ ക്യാപിറ്റുലേഷൻ മാത്രം അല്ല, വേറൊരു നിലയ്ക്ക് വില്ലിംഗ് ആയിട്ടുള്ള, സ്വയം തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു ഒത്തുചേരൽ, ഒരു കീഴടങ്ങൽ ഇതിനകത്തില്ലേ, ഒരു കൺസെൻറ്റ് ഇതിനകത്തില്ലേ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് എന്ന് ഗൗരവമായി നമുക്ക് ചോദിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം, എൻ്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, എനിക്കെൻ്റെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയം മാറ്റിവെച്ച് ചോദിക്കുകയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കടയ്ക്കൽ തന്നെ കത്തിവെക്കുന്ന രീതിയിൽ വളരെ ഭീകരമായ തലത്തിൽ ഇലക്ഷനുകളെ, തെരഞ്ഞെടുപ്പുകളെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന അനവധി തെളിവുകൾ മറ്റാരുമില്ല, ഭരണഘടനാപരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വീണ്ടും 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 പറയുമ്പോൾ നിങ്ങൾക്ക് അയാളെ ഒരു യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, അത് വേറൊരു കാര്യം. രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയോ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നയങ്ങളോടും പരിപാടികളോടും നിങ്ങൾക്ക് വേണമെങ്കിൽ എതിർപ്പുകളുണ്ടാകും, അതൊക്കെ വേറെ കാര്യം, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗം. പക്ഷേ ഭരണഘടനാപരമായ ഒരു സ്ഥാനമായിട്ടുള്ള ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അംബേദ്കർ അത് എഴുതി വെക്കുന്നത്, അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, അതിന് മുമ്പ് പറയുന്നുണ്ട്. അത് ബെർട്രാൻഡ് റസലിൻ്റെ ഒരു പ്രയോഗത്തിൽ നിന്നാണ് അംബേദ്കർ അത് എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ദ മൈനോറിറ്റി ഈസ് ദ സോൾ ഓഫ് എനി ഡെമോക്രസി എന്ന് ബെർട്രാൻഡ് റസൽ പറയുന്നുണ്ട്. ഒരു ഡെമോക്രസിയുടെ സോൾ, ആത്മാവ് എന്ന് പറയുന്നത് ഭൂരിപക്ഷമല്ല, അത് ന്യൂനപക്ഷമാണ്. കാരണം ന്യൂനപക്ഷത്തിനാണ് എതിർപ്പുകൾ ഉണ്ടാവുക, ന്യൂനപക്ഷത്തിനാണ് വിമർശനങ്ങൾ ഉണ്ടാവുക, ന്യൂനപക്ഷത്തിനാണ് കൃത്യമായ രീതിയിൽ അധികാരത്തിനെതിരെ ശബ്ദമുയർത്തേണ്ട ആവശ്യമുണ്ടാവുക. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഇന്നവിറ്റബിലിറ്റി, അനിവാര്യതയാണ്. ആ ന്യൂനപക്ഷമാണ് ഒരു ജനാധിപത്യത്തിൻ്റെ ആത്മാവ് എന്ന് റസൽ പറഞ്ഞ നിലയ്ക്ക് തന്നെയാണ് അംബേദ്കർ സൂചിപ്പിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ സോളാണ് ഒപ്പോസിഷൻ, പാർലമെൻറ്റിൻ്റെ ആത്മാവാണ് ഒപ്പോസിഷൻ. അത് നമ്മളുടെ സംഘടനയോ മറ്റൊരാളുടെ സംഘടനയോ എന്നതല്ല അവരുടെ വിഷയം. കൃത്യമായൊരു ജനാധിപത്യം നടന്നു പോകണമെങ്കിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട ഒന്നാണ് ഈ പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് അതിഭീകരമായ കള്ളത്തരമാണ് എന്നും അതിന് കാര്യകാരണ സഹിതം തെളിവോടുകൂടി അത് പൊതുജന സമക്ഷം ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുജന സമക്ഷം അത് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? നിങ്ങൾ തന്നെ ആലോചിക്കും. വേറൊരു ചെറിയ കാര്യം കൂടിയില്ല. ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് കളവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഹിന്ദു പത്രത്തിൽ വന്നിട്ടുണ്ട്. ഹിന്ദുവിലെ ഒരു റിപ്പോർട്ടർ ഒരു പ്രത്യേക കൺസ്റ്റിറ്റ്യുവൻസിയിലെ കാര്യങ്ങൾ വളരെ ഗൗരവമായി പഠിക്കുകയും ഇവിടെ നിന്ന് ഇലക്ഷൻ കമ്മീഷനോട് ഇന്ന ഡീറ്റെയിൽസ് ആവശ്യപ്പെടുകയും CBI ആവശ്യപ്പെടുകയും ഇവിടുത്തെ ബാംഗ്ലൂരിലെയും മഹാരാഷ്ട്രയിലെയും എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റുകൾ ആവശ്യപ്പെടുകയും അത് നൽകാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ഹിന്ദുവിൽ എഴുതിയിട്ടുണ്ട്. ആ ലേഖകൻ്റെ പേരോർമ്മയില്ല. ഇത് അജോയ് ആശീർവാദ് എന്നുള്ള വയറിൻ്റെ ലേഖകൻ അതെടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാധ്യമം അത് ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷെ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ വാസ്തവികത എന്ത് എന്ന് അന്വേഷിക്കുവാൻ മാധ്യമങ്ങളുടെ ചുമതലയില്ലേ? യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടിയിരുന്നത് മാധ്യമങ്ങളല്ലേ? ആദ്യം തന്നെ മാധ്യമങ്ങൾ ആ ജോലി ചെയ്യുന്നില്ല എന്നത് പോട്ടെ, ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവായ ഒരാൾ അത്തരമൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ, അതിൻ്റെ യാഥാർത്ഥികത എന്ന് പറയുന്നത് എന്താണ് എന്ന് അന്വേഷിച്ച് അത് ജനങ്ങളെ അറിയിക്കാനുള്ള ചുമതലയില്ല. എന്തായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ആ സമയത്ത് ചെയ്യുന്നത്? മറ്റൊരു രാഹുലിനെ കുറിച്ച് ഇവിടെ ദിവസങ്ങളോളം ആഴ്ചകളോളം എന്തൊരു ആഭാസമായിരുന്നു.
അല്ല, എനിക്ക് അറിയാതെ ചോദിക്കുക, ഇതാണോ ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ശൈലി? ഒരാളുടെ പിറകെ, അയാൾ ശരിയോ തെറ്റോ അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആകെ അറിയേണ്ട വിഷയം ഇതൊന്നു മാത്രമാണ്, വേറെ ഒന്നും അറിയേണ്ടതില്ല എന്ന രീതിയിൽ TV തുറന്നാലും പത്രം തുറന്നാലും സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാലും ഒക്കെ കാണുന്നത് ഇതും ഇതിൻ്റെ പിന്നാലെയുള്ള വലിയ ഘോഷാരവങ്ങൾ. സിറിയയിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഗാസയിൽ യുദ്ധം നടക്കുന്നുണ്ട്, എക്വഡോറിൽ യുദ്ധം നടക്കുന്നുണ്ട്, യമനിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഇത്തരം എല്ലാം കാര്യങ്ങൾ എത്ര പേര് നമ്മൾക്ക് ഇതറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? വേണമെങ്കിൽ ഏറ്റവും ഒടുവിൽ ട്രംപ് പ്രസംഗിച്ചപ്പോൾ ഇന്നൊരിക്കലൊക്കെ ഞാൻ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞത് വലുതും വായിച്ചതുകൊണ്ട് ഇങ്ങനെ യുദ്ധം, അതൊന്നും ശരിക്കുള്ള യുദ്ധമല്ല. അത് അസർബൈജാനും അർമീനിയയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയാനായിട്ട് അദ്ദേഹം അവർബൈജാനും അൽബേനിയയും തമ്മിലുള്ള, അൽബേനിയ പണ്ട് ദൂരെ കിടക്കുന്ന സ്ഥലം, തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്ത് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാലും, എന്ത് സത്യാനന്തരകാലം എന്ന് പറഞ്ഞാലും, അടിസ്ഥാനപരമായി ഫാക്ട്സ് ആർ ഫാക്ട്സ്. നമുക്ക് ഇന്റർപ്രിട്ടേഷൻസ് പലതും ഉണ്ടാകും. നമ്മൾ ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് വെറുതെ ഈ ഈ പോസ്റ്റ് മോഡേണിസം ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടുവന്നൊരു കാലത്ത് എന്തും പറയാം, അതല്ല പോസ്റ്റ് മോഡേണിസം, അതല്ല പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത് കൃത്യമായി ഒരു ഫാക്റ്റ് ഇന്നതാണ് എന്ന് പറയുവാനുള്ള, അല്ലെങ്കിൽ അതിനകത്ത് ഒരു അധികാര സ്വരം അതിനകത്തുണ്ട് എന്നും ഫാക്റ്റ് പല രീതികളിൽ നിങ്ങൾക്ക് കാണാമെന്നും. അപ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്നതിൽ ഫാക്റ്റ് ഉണ്ട്, ഞാൻ പറയുന്നത് ഒരു സംഗതിയാണ്. പക്ഷെ നിങ്ങൾ പുറത്തു പോയിട്ട് പറയുമ്പോൾ 10 പേർ 10 തരത്തിലായിരിക്കും അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്തുള്ള യാഥാർത്ഥ്യം എന്ത് എന്ന് കൃത്യമായി നമുക്ക് എന്താ പറയുക, ഉരുത്തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഫാക്ട്സ് എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ള സൂചന. പക്ഷെ അപ്പോഴും ആ ഫാക്റ്റിനെ പിന്തുടരേണ്ട ചുമതലയല്ലേ ഒരു മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ധർമ്മം എന്നത് ഒരു പഴഞ്ചൻ കുണ്ടോദരൻ്റെ രീതിയിൽ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു പോകും. ഇവിടെയാണ് നവമാധ്യമങ്ങളുടെ കാര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സൂര്യനിട്ട് നിൽക്കുന്ന ഞാൻ ചെറിയ കാര്യം മാത്രമേ പറയൂ. ഇവിടെയാണ് നവമാധ്യമങ്ങളുടെ അപ്പം ഇവിടെ സത്യത്തിൽ തുറന്നു പറയാൻ വലിയ പ്രതീക്ഷയുണ്ട്. ഇത് പറയാൻ ബുദ്ധിമുട്ടില്ല. ഞാൻ സുധീർ ചന്ദ്ര എന്നുള്ള അതിപ്രശസ്തനായിട്ടുള്ള ഗാന്ധിയൻ ദി പോസിബിലിറ്റി ഓഫ് എൻ ഇമ്പോസിബിലിറ്റി എന്നുള്ള പുസ്തകം, ഗാന്ധിയുടെ അവസാന നാളുകളെ കുറിച്ച് ദി പോസിബിലിറ്റി ഓഫ് എൻ ഇമ്പോസിബിലിറ്റി എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുള്ള, ഏതോ നിലയ്ക്ക് ഗാന്ധിസം എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഒന്നല്ലാതെ അകമേ സ്വീകരിച്ചിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അദ്ദേഹത്തോട് ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കുകയുണ്ടായി, ഒരു സംഭാഷണത്തിൽ, അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹം ഗാന്ധി എക്സിബിഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഉണ്ടായ സംഭാഷണത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് വാട്ട് ഈസ് യുവർ പ്രഗ്നോസിസ് എന്ന് ചോദിച്ചു. ആ ക്യാമറ സൗണ്ട് കൊണ്ട് നിൽക്കുന്ന സമയത്ത് സുധീർ ചന്ദ്ര ഐ റാദർ നോട്ട് റിപ്ലൈ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വി ഷുഡ് ബി ഹാപ്പി if it happens to be a single war. അത് പറയാറില്ലേ, ക്ഷയമാണെന്ന് കേട്ടാൽ സന്തോഷിക്കുക എന്നുവെച്ചാൽ അതിനേക്കാളും ഭീകരമായത് വരാം. ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് സന്തോഷിക്കുക, അതിനേക്കാൾ ഭീകരമായ എന്തോ ആണ് വരാൻ പോകുന്നത് എന്ന സൂചനയാണ് സുധീർ ചന്ദ്ര. അതുകൊണ്ടാണ് ഞാൻ അത് സുധീർ ചന്ദ്രയ്ക്ക് മാത്രമല്ല നമുക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം. കാരണം ഏതോ നിലയ്ക്ക് നമ്മളുടെ കാലങ്ങളായി നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതപ്പെട്ടിരുന്ന മൂല്യങ്ങളൊക്കെ, ചര്യാവ്യവസ്ഥകളൊക്കെ, രാഷ്ട്രീയ ധർമ്മങ്ങളൊക്കെ കുത്തിയൊലിച്ച് പോകുന്ന ഒരു കാഴ്ചയിൽ അതിന് സ്വാഭാവികമായ ഒരു പരിണതി ഉണ്ടാവും എന്ന് കാണാതിരിക്കുന്നത് വിഡ്ഢിത്തമായിരിക്കും എന്ന് പറയുന്നത്.
പക്ഷെ ഇവിടെയാണ് സോഷ്യൽ മീഡിയയുടെ വലിയ ഒരു ദുഃഖകരമായ കാര്യം പറയുന്നത്. 40കളിൽ നാസി തടങ്കൽ പാളയത്തിൽ അല്ലെങ്കിൽ നാസികളുടെ കൈകളിൽ പിടിപ്പെടും എന്ന് ഭയന്ന പോർഗോയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത വാൾട്ടർ ബെഞ്ചാമിൻ എന്ന തീസിസ് ഓൺ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എഴുതിയിട്ടുള്ള വാൾട്ടർ ബെഞ്ചാമിൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ഓഫ് ആർട്ട് ഇൻ ദി ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ എന്ന ലേഖനത്തിൽ വളരെ ഗൗരവമായ ഒരു നിരീക്ഷണം നടത്തുന്നു. 2 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റർമാരില്ലാതെ അല്ലെങ്കിൽ പത്രങ്ങൾ ആരംഭിച്ചതോടുകൂടി ഏതൊരു സാധാരണ പൗരനും പത്രാധിപർക്കൊരു കത്തെഴുതാനുള്ള, ആ കത്ത് പ്രസിദ്ധീകരിച്ചു വരുവാനുള്ള ഒരു തുറസ്സാണ് തുറന്നിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ക്യാമറയെക്കുറിച്ച് പറഞ്ഞു. ക്യാമറ എന്ന് പറയുന്നത്, അതിനു മുൻപ് ക്യാമറ എല്ലാവർക്കും ലഭ്യമല്ലാതെ ചിത്രീകരണം എന്ന് പറയുന്നത്, പ്രതിനിധീകരണം എന്ന് പറയുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രം സാധ്യമായ ഒരവസ്ഥയിൽ നിന്നും ആർക്കും ചിത്രമെടുക്കാം എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഏറ്റവും മൂർത്തിമത്ത അവസ്ഥയാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണുന്നത്. ആർക്കും എവിടെയും എന്ത് ചിത്രവും എടുക്കാം. നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫർമാരായി. എന്നാൽ ആരും ഒട്ട് ഫോട്ടോഗ്രാഫർ ആയിട്ടില്ല. അത് വേറെ എല്ലാവരും വരുമ്പോഴുള്ള വിഷയമാണ്. ഇത് വെച്ചിട്ട് അബദ്ധവശാൽ ഒരെണ്ണം നല്ല ചിത്രമായ പിന്നെ അത് ഞാൻ എടുത്തതാണ് എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ജനാധിപത്യവൽക്കരണം എന്നത് ആവിഷ്കാരത്തിൻ്റെ ഭൂമികകൾ, ഇടങ്ങൾ, ആവിഷ്കാരത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിലേക്ക് ഒതുങ്ങുന്നതിന് പകരം ആർക്കും എഴുതാവുന്ന, ആർക്കും ഒരു കാര്യം പറയാവുന്ന, ആർക്കും ഒരു പ്രകടനം നടത്താവുന്ന, ആർക്കും ഒരഭിപ്രായം രേഖപ്പെടുത്താവുന്ന ഒരു സ്ഥലമായിട്ട്, ഒരിടമായി സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയതിൽ വലിയൊരു ജനാധിപത്യവൽക്കരണമുണ്ട് എന്നതിൽ സംശയമില്ല. അതാണ് ഇതിൻ്റെ തുടക്കകാലത്ത് ഫേസ്ബുക്കും, നമ്മൾ ആലോചിക്കണം, ഫേസ്ബുക്കൊക്കെ എത്ര പേര് പത്രം വാങ്ങിക്കുന്നു, പത്രം വായിക്കുന്നു എന്ന് നോക്കിയാൽ അതിൻ്റെ 10 മടങ്ങ് 100 മടങ്ങാണ് സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. ആ തുടക്കകാലത്ത് നമ്മളൊക്കെ ഉണ്ടായിരുന്ന ഒരു ശുഭാപ്തിയായിരുന്നു. ഇത് വേറൊരു നിലയ്ക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനും കൃത്യമായി ജനാധിപത്യത്തിൻ്റെ ഒരു ഇടമായി, ഒരു പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്ന സമയത്ത്, ഒരു പൊതുമണ്ഡലം എന്ന് പറയുന്നത് ഈ ഒരു ഓൺലൈൻ രീതിയിലെങ്കിലും ഒരു പൊതുമണ്ഡലം ഉണ്ടായി വരും എന്ന ഒരു ശുഭപ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇത് ഉണ്ടായിരുന്നതായി. കാരണം ഓൺലൈനായിട്ടുള്ള സഖ്യങ്ങൾ, അലയൻസുകൾ, ശൃംഖലകൾ പല രീതികളിലും, പ്രത്യേകിച്ച് സ്വന്തം രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതിരുന്ന കൂട്ടങ്ങൾ, സമൂഹങ്ങൾ, സമുദായങ്ങൾ, സംഘങ്ങൾ ഒക്കെ ആഗോള തരത്തിലുള്ള ബന്ധങ്ങൾ ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് അതിൻ്റെ സ്വഭാവം തീർത്തും മാറുന്നതാണ് കാണുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് പ്രത്യേക രീതിയിലുള്ള ഒരു വലതുപക്ഷവൽക്കരണമാണ് അതിൽ കാണുന്നത്. ഞാൻ വലതുപക്ഷവൽക്കരണം എന്നത് ഒരു രാഷ്ട്രീയ സ്വഭാവമായിട്ടല്ല പറയുന്നത്. ഈ വലതുപക്ഷവൽക്കരണത്തിൽ ഇടതുപക്ഷവും വിടുന്നുണ്ട്, അല്ലാത്ത പക്ഷവും എല്ലാ പക്ഷവും. എന്താണ് വലതുപക്ഷവൽക്കരണം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? വലതുപക്ഷവൽക്കരണം എന്നതുകൊണ്ട് അടിസ്ഥാനപരമായി സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയുവാനോ സ്വന്തമായൊരു നിലപാട് രേഖപ്പെടുത്തുവാനോ യാതൊരു തരത്തിലുള്ള ഇടവും നൽകാത്ത രീതിയിൽ വളരെ വളരെ ശക്തമായ വയലൻസ്, അക്രമം, വേർബൽ ആയിട്ടുള്ള വയലൻസ്, അതിനുള്ളൊരു കൂത്തരങ്ങായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മോഹൻദാസ് സൂചിപ്പിച്ചു, ഏറ്റവും വേദനയുണ്ടായ ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നത്. അതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. എൻ്റെ അധ്യാപികയായ, എൻ്റെ അമ്മയ്ക്ക് തുല്യയായ, അമ്മയുടെ അടുത്ത സുഹൃത്തായ ലീലാവതി ടീച്ചറെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു.
എന്താണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായത്? അവരുടെ 98-ാം പിറന്നാൾ. ഈ 98-ാം പിറന്നാളിന് അവരുടെ ഒരു വിദ്യാർത്ഥിനി അവരെ കാണാൻ ചെല്ലുകയും, അപ്പോൾ ഇന്നും സ്വതന്ത്രയായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. സ്വന്തം മകൻ തൊട്ടപ്പുറത്തുണ്ട്, പക്ഷെ മകൻ്റെ കൂടെ പോയി താമസിക്കില്ല. അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻസ് ആലോചിച്ച് നോക്കണം. ഇന്നും ഒറ്റയ്ക്ക് തന്നെയാണ് താമസം. അപ്പോൾ ഈ വിദ്യാർത്ഥിനി അവരോട് ചോദിച്ചു, അല്ല ഇന്നിപ്പോൾ പിറന്നാളിൻ്റെ എന്താ സദ്യ അങ്ങനെ എന്തെങ്കിലും ഇല്ലേ? ഒന്നുമില്ല. അതെന്താ ഈ ഗാസയിലെ കുട്ടികളെ കണ്ടാൽ വറ്റിറങ്ങോ ചോദിച്ചു. ഒന്നുമില്ല. ഇതൊരു പരസ്യ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയോ ഒരു പൊതു യോഗത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയലോ ഒന്നുമല്ല. ഒരു വിദ്യാർത്ഥിനി ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ണുന്നില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഉണ്ണരുതെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഉണ്ണുന്നില്ല. ഇതിനേക്കാൾ അപ്പുറം ഒരു ത്യജിക്കൽ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെയാണ് നോമ്പിൻ്റെയൊക്കെ അർത്ഥം യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും. എന്താണ് നോമ്പ്? ഭക്ഷണം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ സ്വശരീരത്തിനെ തന്നെ ഒരർത്ഥത്തിൽ പീഡയ്ക്ക് പാത്രമാക്കുന്നതിലൂടെ, പീഡയാണോ എന്നറിയില്ല, പക്ഷെ എന്തായാലും അതിനൊരു സങ്കല്പം അതിനകത്ത്. ഞാനും ഇതിൻ്റെ കുറ്റത്തിൻ്റെ ഒരു പങ്ക് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഏറ്റുപറച്ചിലായിട്ട് ആരോടും പറയാതെ സ്വയം തീരുമാനിച്ച കാര്യം. പാവം ഈ വിദ്യാർത്ഥിനി ഇത് വളരെ ഉദാത്തമായ ഒരു കാര്യമല്ലേ എന്ന് കരുതി പുറത്തിറങ്ങിയിട്ട് ഒരു പത്രസ്ഥാപനത്തിന് ഇത് വിളിച്ചു പറഞ്ഞു. അവരുടൻ തന്നെ അതിൽ കാർഡ് ഇറക്കി. കാർഡാണല്ലോ. പിന്നീട് അതിഭീകരമായ കുതിരായിട്ട് അത് മാറുകയാണ് ചെയ്തത്. ആരാണ് ലീലാവതി ടീച്ചർ? അല്ലത് ഗൗരവമായിട്ട് ചോദിക്കേണ്ടത്, ആരാണ് ലീലാവതി ടീച്ചർ? സ്വന്തം ജീവിതത്തിൽ അമ്മ തൊട്ട് അതികടുത്ത സമരങ്ങൾ നടത്തി. അവരുടെ അമ്മ എന്നത് ആ കാലത്ത് ബ്ലൗസ് ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു കോവിലകത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയും വലിയൊരളവോളം അവരുടെ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന വക്കോളം എത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം ലീലാവതി ടീച്ചർ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ അമ്മ കോൺഗ്രസ്സുകാരിയായിരുന്നു, പഴയ കോൺഗ്രസ്സുകാരിയായിരുന്നു. അവർക്ക് സമ്പത്തോ സമൃദ്ധിയോ ഒന്നുമില്ലാത്ത, സത്യത്തിൽ വളരെ ദാരിദ്ര്യമുള്ളൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ പഠിക്കാൻ മിടുക്കുള്ളത് കൊണ്ട് പഠിക്കുകയും 10ാം ക്ലാസ് എത്തിയപ്പോൾ ടീച്ചറുടെ മോഹപ്രകാരം നടന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ടീച്ചർ വലിയൊരു ഡോക്ടറായനെ. ഡോക്ടർ ലീലാവതിയല്ല, മെഡിസിൻ പഠിക്കുക, അതായിരുന്നു അവരുടെ മോഹം. പക്ഷേ അതിന് വകുപ്പില്ലാത്തതുകൊണ്ട്, അതിന് കോപ്പില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യേണ്ടു എന്ന് ആലോചിക്കുന്ന സമയത്താണ് കുറുപ്പ് മാഷ് ജി ശങ്കരക്കുറുപ്പ് ലീലാവതി ടീച്ചറോട്, ലീലാവതി മലയാളത്തിൽ ചേർന്നോളൂ, അത് കഴിഞ്ഞാൽ മിക്കവാറും ജോലി കിട്ടും എന്ന് പറയുന്നു. അവിടുന്ന് അങ്ങോട്ട് വളരെ വളരെ, ഇനി പുതിയ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ, പുരുഷ കേന്ദ്രിതമായിട്ടുള്ളൊരു സാഹിത്യ സ്ഥാപനത്തിനകത്ത്, പ്രത്യേകിച്ച് വിമർശന സ്ഥാപനത്തിനകത്ത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് സ്വന്തം ഇടം ഉണ്ടാക്കിയെടുത്തവരാണ്. ആദ്യത്തെ ലേഖനം വരുമ്പോൾ, മാരാരെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം വരുമ്പോൾ, മാരാർക്ക് വിശ്വസിക്കാനായില്ല ഇങ്ങനൊരു ലീലാവതി ഒരു സ്ത്രീ ഇത് എഴുതുമെന്ന്. ഒന്നുകിൽ കുറുപ്പ് മാഷ് സ്വയം എഴുതിയതാണ്, എന്നിട്ട് പേര് മാറ്റി കൊടുത്തതാണ്, അല്ലെങ്കിൽ കുറുപ്പ് മാഷിന്റെ ശിഷ്യരാരോ പേര് മാറ്റി എഴുതിയിരിക്കുന്നതാണ്. ലീലാവതി ടീച്ചറെ കാണുന്നത് വരെ അങ്ങനെ വിശ്വസിച്ചു. ഇത്തരത്തിൽ സ്വന്തം ജീവിതം തന്നെ ഒരർത്ഥത്തിൽ ഒരു അടർക്കളമാക്കിയിട്ടുള്ള ആളാണ്. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോടോ രാഷ്ട്രീയ ധാരയോടോ ഒപ്പം നിന്നിട്ടില്ല. ഉണ്ടെങ്കിൽ മനസ്സിൽ കാലങ്ങളായി ജന്മം തൊട്ട് നിൽക്കുന്ന ഒരു ഗാന്ധി ബോധം എന്ന് പറയുന്നതായിരിക്കാം അവർക്കുണ്ടാവുക. അവരവരുടെ അഭിപ്രായങ്ങൾ എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കെതിരെയാണ്, ആർക്ക് അനുകൂലമാണ് എന്ന് നോക്കാതെ, ആ പറയുന്ന അഭിപ്രായങ്ങളാണെങ്കിൽ എന്നും മര്യാദയുടെ സീമകൾക്കകത്ത് നിന്നുകൊണ്ട് പരബഹുമാനം എന്ന് പറയുന്ന ഒരു വേർച്യു, ഒരു ധർമ്മം കൃത്യമായി പരിപാലിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചു ലഭിച്ചിട്ടുള്ളതും ആ ബഹുമാനം തന്നെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലാണ്
ഞാനൊരു ചെറിയ ഭാഗം ഒന്ന് വായിക്കും. എനിക്കത് അത്ര വിഷമിച്ചെഴുതിയ വയറിൽ എഴുതിയൊരു ലേഖനമാണ് ഇതിനെ കുറിച്ച്. ഞാൻ ഇംഗ്ലീഷാണ്, പെട്ടെന്ന് വായിക്കാം. Even more importantly, Leelavati teacher has functioned as a veritable voice of conscience for Kerala, taking positions in issues of societal importance without fear or favor. Fiercely independent, she has never aligned herself to any political dispensation or party, and has resolutely spoken out whenever she felt it was required to do so, irrespective of who was being criticized or opposed. Whether it was the Shah Banu case, the issue of dowry, the entry of women to the Sabarimala temple, causes related to the environment, or several similar matters, she has consistently taken rational, non-conservative positions that have most often served to guide Keralites with a sense of what is right and just. എന്താണ് സത്യം, എന്താണ് നീതി എന്നൊരു ബോധം മലയാളികൾക്ക് കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് ടീച്ചർ വഹിച്ചിട്ടുണ്ട്. ഒരു സാഹിത്യ വിമർശക മാത്രമായിരുന്നില്ല. She has fought her battles with courage and conviction, but always maintained the utmost of democratic respect to her opponents, never stooping even remotely to any form of personal enmity, effectively commanding the same respect from them in return. In that sense, she has been the voice of a civil society. Civil society എന്നത് ഒരു പൊളിറ്റിക്കൽ ടേം മാത്രമല്ല. സിവിൽ, ഒരു മര്യാദാ സമൂഹം എന്ന് പറയുന്ന മര്യാദയുള്ളൊരു സമൂഹത്തിൻ്റെ സ്വരമായിരുന്നു ലീലാവതി. അവരെ ഈ രീതിയിൽ അപമാനിക്കുമ്പോൾ അത് വായിക്കാൻ പോലും പറ്റില്ല ചിലർ. അവർ ഈ രീതിയിൽ അപമാനിക്കുമ്പോൾ, ചത്തൂടെ എന്നിവരെ എഴുതുമ്പോൾ ഊന്നൊന്നും കാണിക്കണ്ട, അതിനേക്കാളൊക്കെ ചെറുതാണ്. എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് പറയാൻ ഒരു പൊതുവേദിയിൽ നിന്ന് പറയാൻ കഴിയാത്തത്ര ആഭാസവും മ്ലേച്ഛവും അക്രമാസക്തവുമാണ് അവർ. ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ സംഭവിക്കുന്നത്? മര്യാദയുടെയോ ബഹുമാനത്തിൻ്റെയോ പരസ്പര എന്താ പറയുക കരുതലിൻ്റെയോ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും നഷ്ടപ്പെട്ട് ആർക്കും ആരെയും എന്തും പറയാം. മനസ്സിലാക്കേണ്ടത് ഇതാണ്. ഇന്ന് വാക്കുകളിലുള്ള ഈ അക്രമം നാളെ റോഡുകളിലേക്ക് വരും, പിന്നെ വീടുകളിലേക്ക് എത്തും എന്നതാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഇത് കേവലം ഒരു മാധ്യമ വിഷയം മാത്രമല്ല, ഇതൊരു സംസ്കാരത്തിൻ്റെ നാഗരികതയുടെ വിഷയമാണ്. നമ്മൾ റോഡുകളിലൂടെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മറ്റൊരാൾക്ക് ഒരു വഴി കൊടുക്കാൻ ഒരാൾക്ക് തയ്യാറല്ല. ഞാൻ പോകുന്ന വണ്ടിയിൽ ഒരാൾ വലതുവശത്ത് നിന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടതുവശത്ത് കയറാൻ ശ്രമിക്കുമ്പോൾ അയാൾ കയറുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പിലേക്ക് കയറി എത്തണം. എങ്ങനെയെങ്കിലും അയാൾ പറ്റിച്ച് ഞാൻ വിജയിയാവുക എന്ന് പറയുന്ന എത്ര ശുഷ്കമാണ് നമ്മളുടെ അഹംബോധം എന്ന് ചിന്തിച്ചു. മറ്റൊരുവിനെ ഹസിച്ചുകൊണ്ട്, ഹാസ്യം നല്ലതാണ്, പക്ഷെ ഈ രീതിയിൽ അപഹസിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് മാത്രം എനിക്ക് ഞാനാവാൻ കഴിയുന്ന, ഞാനായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് വലിയ ദുരന്തത്തിൻ്റെ ഒരു സൂചനയാണ്. ദയവായി എന്താണ് പരിഹാരം എന്നോട് ചോദിക്കുന്നത്? പരിഹാരമൊന്നും എനിക്കില്ല. എൻ്റെ പരിഹാരം എന്നുള്ളത് പത്രം വായിക്കാതെയും ടി വി കാണാതെയും പഴയ പുസ്തകങ്ങൾ വായിച്ച് ഉമ്മർത്തിയിരുന്ന് നോക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.